ഈ ഒരു ചെയിൻ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അതെല്ലാം മാറി മറിച്ചുകൊണ്ട് ഒരു ഇൻവിസിബിൾ മാല ഉണ്ടാക്കാം എന്നാണ് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇൻവിസിബിളിൻ്റെ ആ ഒരു വയറെടുത്തു, അതിൻ്റെ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഒരു 12, 13 ആ ഒരു സെൻറ്റിമീറ്റർ അത്ര മതി. പിന്നെ ഈ ഒരു പെൻഡൻ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ഉണ്ടാക്കി വെച്ചായിരുന്നു, മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ ഞാനത് ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ ആ ഒരു പെൻഡൻ്റ് വെച്ചിട്ടാണ് ഞാനിന്ന് ഇൻവിസിബിൾ മാല ഉണ്ടാക്കാൻ പോണത്. ഫസ്റ്റ് തന്നെ ആ ഒരു പെൻഡൻ്റ് അതിലേക്ക് ഇട്ടു. പിന്നെ അതിലേക്ക് നല്ല ഗോൾഡൻ ബീഡ്സ് ഉണ്ട്, ചെറുതാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ആ ഒരു ഗോൾഡൻ ബീഡ്സ് അതിലേക്ക് ഇട്ട് കൊടുത്ത് 2 സൈഡിലും നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ ഉണ്ടല്ലോ, ഈ ഇൻവിസിബിൾ മാല ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ അത്രയും വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു അതിൻ്റെ ആക്സസറീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിന് മാച്ച് ചെയ്ത ഇൻവിസിബിൾ മാലയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഈ ഒരു കുഞ്ഞ് ബീഡ്സാണ് കേട്ടോ നമ്മൾ അവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കാം. അത് നമുക്ക് വളരെ റേറ്റ് കുറവിന് കിട്ടും. ആ ഒരു കുഞ്ഞ് ബീഡ്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളത് നല്ല സെൻറ്ററിലാക്കി വെച്ചിട്ട് അത് നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് അവിടെ സെറ്റായിട്ടിരിക്കും. പിന്നെ ആ ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങൂല. അതിനായിട്ടാണ് ആ കുഞ്ഞ് ബീഡ്സ് നമ്മൾ യൂസ് ചെയ്യണത്. അങ്ങനെ പ്ലക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സെറ്റായിട്ടിരുന്നോളും. പിന്നെ ഇനി ആ ഒരു പെൻഡൻ്റ് ഒന്നും അവിടെ നിന്ന് അനങ്ങൂല. അപ്പോൾ അത്രയും നമുക്ക് സെറ്റായിട്ട് കിട്ടി. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു വൈറ്റ് ബീഡ്സ് ഇടണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഒരു വൈറ്റ് ബീഡ്സ് 2 വെച്ച് അപ്പുറം ഇപ്പുറം ഒക്കെ ഇട്ട് കൊടുത്തു. ഒരു വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ആ ഒരു കുഞ്ഞ് ബീഡ്സ് ഇട്ട് കൊടുക്കാനുണ്ട്. അവിടെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ടാണ് അത് യൂസ് ചെയ്യണത്. 2 സൈഡിലും ഞാൻ ആ ഒരു ബീഡ്സ് ചേർത്തിട്ട് ഇങ്ങനെ പ്ലക്ക് ചെയ്ത് വെച്ചു. ഞാൻ അതിൻ്റെ ഒരു 2 സൈഡിലും ഗോൾഡൻ ബീഡ്സ് ചേർക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഇൻവിസിബിൾ മാല. അപ്പോൾ ഞാൻ 2 സൈഡിലും ആ ഗോൾഡൻ ബീഡ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു മാലയുടെ ഏകദേശം രൂപം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുളത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുളത്ത് ചേർക്കാനായിട്ട് ആ ഒരു കുഞ്ഞ് ബീഡ്സ് ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുളത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും ആ കുഞ്ഞ് ബീഡ്സിലേക്ക് ആ ഒരു ഭാഗം ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് ആ ഒരു ഭാഗം ഇങ്ങനെ ആ കുഞ്ഞ് ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം. എന്നിട്ട് അത് നല്ലോണം ആ ഒരു കുളത്തിൻ്റെ ഭാഗത്തേക്ക് നല്ലോണം അടുപ്പിച്ച് വെച്ചിട്ട് നമുക്ക് അത് പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ അതിങ്ങനെ ഷെയ്ക്കായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നല്ലോണം അടുപ്പിച്ചിട്ട് വേണം അവിടെ ആ ഒരു മുത്ത് പ്ലക്ക് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ അവിടെ പിന്നെ അനങ്ങില്ല, കുളത്ത് അവിടെ നിന്ന് സെറ്റായിട്ടിരുന്നോളും. ബാക്കി വരുന്ന ബാലൻസ് നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഒരു ഭാഗം സെറ്റായി കിട്ടിയിട്ടുണ്ട്.
സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണേ. ബൈ.